കാഴ്ച വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റില്ല, കൂട്ടുകാരെ കാണാൻ പറ്റില്ല. ഈ ഭൂമിയിലെ ഒരു കാഴ്ചയും കാണാൻ പറ്റാത്ത വിധത്തിൽ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചപ്പോൾ നിരാശ തളം കെട്ടിയ ജീവിതത്തിൽ, ഈ സഹോദരന്റെ ജീവിതത്തിൽ നിരാശ മാറാൻ ഇടയായത്, ഇന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ ഇടയാവുന്നത്, കുടുംബത്തിൽ അധ്വാനിക്കാൻ ഇടയാവുന്നത്, ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങൾ എടുത്തു മാറ്റാനിടയായത്, ഈ സഹോദരൻ ഒരു സത്യം കണ്ടുമുട്ടി. ആ സത്യമാണ് യേശു. ഈ സഹോദരൻ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവവചനം ശ്രവിക്കാൻ പോയി. ആ ദൈവവചനം ശ്രവിച്ച് അദ്ദേഹം അവിടെ വെച്ച് തന്റെ ആന്തരികമായ ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ യേശുവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പാപജീവിതങ്ങൾ ഉപേക്ഷിച്ചു, യേശുവിന്റെ വചനം സ്വീകരിച്ചു. ആ യേശുവിന്റെ വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യേശു നൽകി. ഞാൻ എൻ്റെ സന്തോഷം നൽകുന്നു, ലോകം നൽകുന്നത് പോലെയുള്ള സന്തോഷമല്ല ഞാൻ നൽകുന്നത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോയിൽ വിശ്വസിക്കാനും ഈശോയെ സ്വന്തമാക്കുവാനും അനുദപിച്ച് പാപം ഏറ്റുപറയാൻ തയ്യാറായപ്പോൾ, യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ശാരീരികമായ കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും ആന്തരികമായ കണ്ണുകൾ തുറക്കപ്പെട്ട് ഈ സഹോദരൻ യേശുവിനെ കണ്ടു. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ചേട്ടൻ ഇന്ന് ഇവിടെ എത്തിയത് വീട്ടിൽ നിന്നും താമരശ്ശേരിയിൽ നിന്ന് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി, കോഴിക്കോട് വന്ന് ഒലവക്കോട് വന്നിറങ്ങി, അവിടുന്ന് ബസ് കയറി ഇവിടെ വന്നിരിക്കുകയാണ്. യേശുവിന്റെ സുവിശേഷം പറയാൻ, തന്റെ ജീവിതത്തിൽ അനന്തമായ സന്തോഷം നൽകുന്ന യേശുവിനെ പ്രഘോഷിക്കാനാ ഈ അന്ധനായ ചേട്ടൻ ഇവിടെ ഇന്ന് ഈ മലമ്പുഴ എന്ന് പറയുന്ന ഈ ദേശത്ത് വന്ന് യേശുവിന്റെ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ സന്തോഷം ജീവിതത്തിൽ നിത്യമാണ്, അത് ശാശ്വതമാണ്. ആ സത്യദൈവമായ യേശുവിനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രോഗപീഠകൾ, മാരകമായ ക്യാൻസർ രോഗമാകാം, അല്ലെങ്കിൽ മാരകമായ ബ്രെയിൻ സംബന്ധമായ രോഗങ്ങളാകാം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ല് സംബന്ധമായ രോഗങ്ങളാകാം. ഇങ്ങനെ പലവിധ മാരക രോഗങ്ങളിലൂടെ നിരാശപ്പെട്ടും തളർന്നും ഡോക്ടറെ കണ്ട് ആശുപത്രി കയറി ഇറങ്ങുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മരുന്നിനും ശാശ്വതമായ സന്തോഷം തരാൻ പറ്റില്ല. ഒരു മരുന്നിനും നിങ്ങളെ സുഖപ്പെടുത്താൻ പറ്റില്ല. മറിച്ച് യേശുവിന് സന്തോഷം തരാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ സൗഖ്യം തരാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ ആശ്വാസം തരാൻ യേശുവിന് പറ്റും. ആ ആശ്വാസവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സഹോദരന് അന്ധനായ ഈ ചേട്ടൻ, ദൗസ്യ ചേട്ടൻ